എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ ക്രഞ്ചിയുമായിട്ടുള്ള പിക്കിൾഡ് ഓണിയൻ അല്ലെങ്കിൽ വിനിഗർ ഓണിയൻ തയ്യാറാക്കിയാലോ. അപ്പോൾ സാധാരണ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് പിക്കിൾഡ് ഓണിയൻ ഞാൻ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കളറും അതുപോലെ ഇതിൻ്റെ ടേസ്റ്റും തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിക്കിൾഡ് ഓണിയൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം സവോളയാണ്. ചെറിയ സൈസിലുള്ള സവോളയാണ് ഇതിന് വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ഉപയോഗിക്കുക. ഞാനിവിടെ ചെറിയ സവോള ഒരു 30 എണ്ണമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഉപയോഗിച്ചിട്ട് സാധാരണ ഈ ഒരു ഡിഷ് തയ്യാറാക്കി എടുക്കാറില്ല, കണ്ടില്ലേ? ഇതുപോലുള്ള ചെറിയ സവോളയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വലിയ സവോളയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, അത് വെച്ചിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന്. അപ്പോൾ ഈ സവോളയും ചെറിയുള്ളിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ചെറിയുള്ളിക്ക് ഇതുപോലെ സെപ്പറേഷൻസ്, അതായത് രണ്ടെണ്ണം ഒക്കെ ഒരുമിച്ചാണല്ലോ ഇരിക്കുന്നത്. പക്ഷേ സവോളയുടെ ഷേപ്പ് കണ്ടില്ലേ, ഡിഫറെൻ്റ് ആണ്. ആ ഒരു രീതിയിൽ ചില സമയത്ത് ചെറിയുള്ളി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ സവോളയുടെ ചെറിയ സൈസിലുള്ളത് കിട്ടും. ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടിയ സവോളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് വലുത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. വലുതാണെങ്കിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ വലിയ സവോളയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അത് ഉപയോഗിച്ചിട്ട് ഞാൻ തയ്യാറാക്കി കാണിക്കാം. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവോള കട്ട് ചെയ്ത്, അതായത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ക്രോസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും വിനിഗറും അതുപോലെ കളറൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പിടിച്ചു വരിക. അപ്പോൾ എല്ലാ സവോളയും ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെയുള്ള പിക്കിൾഡ് ഓണിയൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റെഡ് ഓണിയനാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ റെഡ് ഓണിയൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇത് ഉപയോഗിച്ച് തുടങ്ങാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. കണ്ട എല്ലാം ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ജാറിലേക്ക് നമ്മളിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഓണിയൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് വേണ്ട ഒരു 1/4 ഭാഗത്തോളം മതി കേട്ടോ. ഒരുപാട് നിറഞ്ഞ് ഇരിക്കണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് വിനിഗറും ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സവാള ഉണ്ടല്ലോ, അതായത് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത സവാളയും ഇതുപോലെ ബോട്ടിലിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അതിനു മുമ്പ് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്ത സവോളയാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വിനിഗറും ബാക്കി കാര്യങ്ങളൊക്കെ പിടിച്ചു വരും. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും. ഇത് ഒരു ദിവസം കൊണ്ട് റെഡി ആവണമെന്നുണ്ടെങ്കിൽ മറ്റേത് 2 ദിവസം എടുക്കും. അത് മാത്രമുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സിൽ ഈ രീതിയിലുള്ള ഷേപ്പിലുള്ളതായിരിക്കും കിട്ടുക. ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പഞ്ചാബി റെസ്റ്റോറൻറ്റ്സിൽ അങ്ങനെയൊക്കെ കൂടുതൽ കണ്ടിരിക്കുന്നത് മുഴുവനോടുകൂടി ഓണിയൻ തന്നെയാണ് കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഡൽഹിയിലൊക്കെ താമസിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ ആദ്യമൊക്കെ കണ്ട സമയത്ത് ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഇതാണെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തതും ഞാൻ അതുപോലെ തന്നെ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ജാറിൽ തന്നെ ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു പകുതി ബീറ്റ്റൂട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കനം കുറച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതുകൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട് ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോഴായിരിക്കും ഒരു പിങ്ക് കളറ് നന്നായിട്ട് വരിക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം റൗണ്ടിലൊന്ന് കനം കുറച്ചിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 5 പച്ചമുളകാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കണത്. 5 മുതൽ എരിവിനനുസരിച്ച് നമുക്ക് ഒരു 10 പച്ചമുളകൊക്കെ വരെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അത്യാവശ്യം സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 5 എണ്ണമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 10 കുരുമുളക് എടുത്തിട്ടുണ്ട്. മുഴുവനോട് കൂടിയ കുരുമുളക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു 5 ഗ്രാമ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഗ്രാമ്പും ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗ്രാമ്പും കുരുമുളകും ഇഞ്ചിയൊന്നും ചേർക്കാതെയും പിക്കിൾഡ് ഓണിയൻ തയ്യാറാക്കാറുണ്ട് പലരും. പല റെസ്റ്റോറൻറ്റ്സിലും പല രീതിയിലാണ് തയ്യാറാക്കാറ്. അപ്പോൾ പല സ്ഥലത്തൊന്നും പല രീതിയിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കൂടുതൽ നല്ല ഫ്ലേവറോട് കൂടി അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അത് കാരണമാണ് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യണത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തിളച്ച് വന്നാൽ മതി. ആ ഒരു സ്റ്റേജിൽ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരട്ടെ. അപ്പോൾ വെള്ളം തിളച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടായിട്ട് വരും. ഡയറക്റ്റ് നമ്മൾ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുത്താലും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ 1 കപ്പ് വെള്ളം ഉപയോഗിക്കുമ്പോൾ 1 കപ്പ് അളവിൽ തന്നെയാണ് വിനാഗിരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയ്ക്ക് അളവിലാണോ നിങ്ങൾ തയ്യാറാക്കണമെന്ന് വെച്ചാൽ അത്ര തന്നെ ഉപയോഗിക്കട്ടെ. ഞാനിപ്പോൾ ബീറ്റ്റൂട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു പകുതി ബീറ്റ്റൂട്ടാണ്. ഒരു വലിയ ബീറ്റ്റൂട്ടിൻ്റെ പകുതി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല കളറുള്ള ബീറ്റ്റൂട്ട് തന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴായിരിക്കും ഇത് നന്നായിട്ട് തന്നെ വരിക. ഇനിയിപ്പോൾ ഇതിലേക്ക് ശരിക്കും വേണ്ടിയിട്ട് ട്രഡീഷണൽ രീതിയിൽ വൈറ്റ് വിനിഗറാണ് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ആപ്പിൾ സിഡർ വിനിഗറാണ് ഉപയോഗിക്കണതെന്ന് മാത്രം. 250 ml കപ്പിൽ 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് ചൂടുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരുപാട് അളവിലൊന്നും ആവശ്യമില്ല, ആവശ്യത്തിന് തന്നെ. വിനിഗറിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയായിരിക്കും ഈ ഒരു പിക്കിൾഡ് ഓണിയനിൽ ശരിക്കും പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞാൽ ഈ മുളകും അതുപോലെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉപ്പ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കട്ടെ. ആവശ്യത്തിന് മാത്രം ചേർത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മളിത് ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കുള്ളൂ. ചൂടോടുകൂടി ഒരിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അതായത് ഓണിയൻ ഇട്ട് വെച്ച ആ ഒരു ബോട്ടിലിലേക്ക് ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അതായത് ഇത് വെള്ളത്തോടു കൂടി ആ ബീറ്റ്റൂട്ട് കഷ്ണങ്ങളും മുളകും എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബോട്ടിലെടുക്കുമ്പോൾ ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കുക. അതുപോലെ നന്നായിട്ട് വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ എടുക്കുക. അപ്പോഴായിരിക്കും ഇത് കുറച്ച് കൂടുതൽ നാളൊക്കെ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 10 ദിവസം വരെയൊക്കെയാണ് മാക്സിമം പുറത്തിത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ദിവസം വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളിത് സൂക്ഷിക്കാൻ പറ്റും കേടുകൂടാതെ. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെ പുറത്ത് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇതിൽ നന്നായിട്ട് വിനിഗറും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ വരും. നല്ല ക്രഞ്ചി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇത് റെഡി ആയിട്ടിരുന്നോളും. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ചിൻ്റെ കൂടെ, അതായത് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ ബർഗറിൻ്റെ ഉള്ളിൽ അതുപോലെ എന്ത് ടൈപ്പ് റോൾസ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ. അതായത് സ്ലൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത രീതിയിൽ തയ്യാറാക്കിയതുണ്ടല്ലോ അത്. ഇപ്പോൾ എല്ലാം ഞാൻ ബോട്ടിലിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ കട്ട് ചെയ്തതും അതുപോലെ മുഴുവനോട് കൂടി ഓണിയനും എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിപ്പോൾ ഒരു നൈറ്റ് വെച്ചതിന് ശേഷം എങ്ങനെയാണെന്ന് കാണിക്കാം. ഒരു നൈറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ വിനിഗറും അതിൻ്റെ ഒപ്പം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. അപ്പോഴായിരിക്കും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. ഇത് നിങ്ങൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അല്ലെങ്കിൽ പറാത്തയുടെ കൂടെ, അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പറാത്തയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഞാനിപ്പോൾ വെച്ചതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ്. നന്നായിട്ട് ഇതിലേക്ക് കളറൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ വിനിഗറും നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഒരെണ്ണെടുത്ത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, നല്ല ക്രഞ്ചി തന്നെയായിരിക്കും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതിലിപ്പോൾ വിനിഗറൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് പിടിച്ചിട്ടില്ല. 2 ദിവസം നിങ്ങൾ എന്തായാലും ഇത് പുറത്ത് വയ്ക്കുക. മുഴുവനോട് കൂടി ഉണ്ടാക്കുന്ന ഈ ഉള്ളിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കളർ നന്നായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തത് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതിലേക്ക് ഫ്ലേവേഴ്സും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ദിവസം വെച്ചാൽ മതിയാവും. അതായത് ജസ്റ്റ് ഒരു നൈറ്റ് മാത്രമാണ് ഞാനിതിപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം.